നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അളവ് പാൻറ് വെച്ച് എങ്ങനെയാണ് പാൻറ് കട്ട് ചെയ്യുക എന്ന് കാണിച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു പാൻറിന്റെ സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ കാണിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസുകളാണിത്. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മുടെ ബാൻഡ് പീസിനെ ആദ്യം നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് രണ്ട് പീസ് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ പതിച്ചു വെക്കുക. രണ്ട് ഭാഗത്തേക്കും പതിച്ചു വെച്ച് ഇതിന്റെ സൈഡ് വശം ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഇതിന്റെ അരികിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് രണ്ട് സൈഡും ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു, രണ്ടാമത്തെ സൈഡും ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തയ്യൽ തുമ്പ് പുറത്തേക്ക് വരില്ല. അതുപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ടാകും. ഇതിന്റെ അടിവശവും അതുപോലെ തന്നെ നല്ല വശവും കാണാൻ നല്ല വൃത്തി ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ ബാൻഡിന്റെ ബാക്ക് പാർട്ടാണ് തയ്ച്ചത്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇവിടെ ഇതുപോലെ നമ്മുടെ നാടയൊക്കെ തയ്ക്കാൻ വേണ്ടി കവർ ചെയ്ത് തയ്ക്കില്ലേ, അപ്പോൾ അതിനേക്കാൾ ഒരു പോയിന്റ് മുകളിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത്. ആ ഒരു മുകളിലത്തെ പീസ് മടക്കി വെച്ചതിനേക്കാൾ ഒരു പോയിന്റ് മുകളിലേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ചിങ് തുടങ്ങി ഇവിടെ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കും. ഇനി ഇതുപോലെ തയ്ച്ചെടുത്ത് ഈ ഒരു പീസ് നമ്മൾ നേരത്തെ തയ്ച്ചതുപോലെ ആ ബാക്ക് പാർട്ടിൽ തയ്ച്ച അതേ രീതിയിൽ ഇതുപോലെ മടക്കിയിട്ട് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും ഇതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഉള്ളിലേക്ക് കറക്റ്റ് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ നമ്മളിവിടെ ബാൻഡ് നമ്മളിവിടെ ജോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ഇതിന്റെ സൈഡ് വശമില്ലേ, ഈ ഒരു സൈഡ് വശത്ത് രണ്ട് ഭാഗത്തും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം. അതായത് നമുക്ക് ഇതിന്റെ കാലിന്റെ പാർട്ട് നമ്മളിവിടെ ജോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് വശമൊക്കെ കറക്റ്റ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ കാലിന്റെ ഭാഗം നമ്മളിവിടെ രണ്ട് പീസിനെയും നമ്മളെ കാഴ്ചപ്പുറമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുക. ഇതുപോലൊരു മാർക്കിംഗ് കൊടുത്താൽ നിങ്ങൾക്ക് തയ്ക്കുന്ന സമയത്ത് ഒരിക്കലും തെറ്റിപ്പോവില്ല. കറക്റ്റായിട്ട് നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. കാഴ്ചപ്പുറമൊക്കെയുള്ള തുണികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എത്ര ഇഞ്ച് വീതിയിലാണോ നമുക്ക് ബോട്ടം തയ്ക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ മടക്കി ബോട്ടം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് കാലിൻ്റെയും ബോട്ടം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ക്രോച്ചിൻ്റെ ഭാഗം ഇതുപോലെ മടക്കി പിടിക്കണം. ഒരു പീസിനെ നേരെ പകുതിയായിട്ട് നമ്മൾ സാധാരണ നമ്മൾ കട്ട് ചെയ്ത് വെച്ച അതേ രീതിയിൽ മടക്കി പിടിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ നമുക്ക് തയ്യൽ തുമ്പ് കറക്റ്റ് വെച്ച് ഇതുപോലെ ക്രോച്ചിൻ്റെ ഭാഗത്തും ബോട്ടം ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മുടെ രണ്ടാമത്തെ കാലിൻ്റെ ഭാഗം കണ്ടോ, അത് നമ്മൾ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് ഈ ഒരു അളവൊക്കെ ഒന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ഇവിടെ നിന്ന് ക്രോച്ചിൻ്റെ ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യത്തെ പീസിൽ എത്രയാണോ തയ്യൽ തുമ്പ് വെച്ചത് അതിനനുസരിച്ച് തയ്ച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഈ ഒരു ക്രോച്ചിന്റെ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ആദ്യത്തെ പീസിൽ എത്രയാണോ നമുക്കിവിടെ തയ്യൽ തുമ്പ് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ, അത് കറക്റ്റ് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിന്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ രണ്ട് കാലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഒരു കാലിനെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്ത കാലിനെ നമ്മൾ രണ്ടാമത്തെ കാലിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാൻഡ് ക്രോച്ചിൻ്റെ ഭാഗമില്ലേ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ കഴിയും കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ക്രോച്ചിൻ്റെ ഭാഗം നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. മുകളിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഈ ഒരു ക്രോച്ചിനെ നമ്മൾ തയ്ച്ച ആ ഒരു ജോയിന്റ് വരുന്ന ആ ഒരു ഭാഗമൊക്കെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ ആദ്യം ആ തയ്ക്കുന്ന സമയത്ത് ഒരേ രീതിയിൽ തയ്യൽ തുമ്പ് പിടിച്ചാൽ നമുക്ക് ക്രോച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് ആ ഒരു ജോയിന്റ് ഒന്നും വ്യത്യാസമില്ലാതെ കറക്റ്റായിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഇവിടെ നമ്മൾ രണ്ട് സ്റ്റിച്ച് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി ഇവിടെ കൊടുക്കണം. പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലുള്ള ഭാഗങ്ങളാണ്. ഇനി ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ നമ്മൾ കട്ടിങ് സമയത്ത് സൈഡ് മാർക്ക് ചെയ്തിട്ടില്ലേ നമുക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടി, ആ ഒരു രീതിയിൽ ഒന്ന് പ്ലീറ്റ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ് ചെയ്യുമ്പോൾ ബാക്ക് പാർട്ടിൽ നിന്ന് പ്ലീറ്റ് തുടങ്ങി നമ്മുടെ ഫ്രണ്ട് പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സൈഡ് ഭാഗത്ത് നമുക്കൊരു മാർക്കിംഗ് ഉണ്ടാകുമല്ലോ, ആ ഒരു മാർക്ക് നമ്മൾ ഇവിടെ ഒന്ന് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കത് ബാൻഡ് ഫിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മാർക്ക് നമുക്ക് സൈഡിൽ കറക്റ്റായിട്ട് കിട്ടണം. അതിനു വേണ്ടിയാണ് ആ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ രണ്ടാമത്തെ സൈഡ് നമ്മൾ പ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെയല്ല ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ വേണം പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ. എന്നാൽ മാത്രമേ രണ്ട് ഭാഗവും
ഫ്രണ്ട് ഭാഗത്തേക്ക് പ്ലീറ്റ് വരുന്ന രീതിയിൽ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ 2 പ്ലീറ്റ് 2 സൈഡിലേക്കാണ് വരിക. അത് ശ്രദ്ധിച്ച് തയ്ക്കുക. കണ്ടോ, അതായത് ഫ്രണ്ടിലേക്ക് ഈ ഒരു പ്ലീറ്റ് കൊടുത്തു. ഇനി നമ്മൾ ഇതിന് രണ്ടാമത്തെ സൈഡും കണ്ടോ ഫ്രണ്ടിലേക്ക് തന്നെ പ്ലീറ്റ് വരുന്നത് കണ്ടോ, ഇതുപോലെ വരണം. ഇനി നമ്മൾ ഇവിടെ ക്രോച്ചിൻ്റെ ഭാഗത്തെ ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു സെൻറ്റർ ഭാഗവും ക്രോച്ചിൻ്റെ ഭാഗത്ത് വരുന്ന സെൻറ്റർ ഭാഗവും കറക്റ്റ് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബാൻഡിൻ്റെ സൈഡ് വശത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുത്തിട്ടില്ലേ, ബാൻഡിൻ്റെ ആ ഒരു മാർക്കും അതുപോലെ നമുക്ക് ഈ ഒരു പീസിൻ്റെ നമ്മൾ ഈ ഒരു ചോക്ക് മാർക്ക് ചെയ്ത മാർക്കും കറക്റ്റായി കിട്ടണം. ഇവിടെ നമുക്ക് അല്പം തെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നമുക്ക് ഒന്നുകൂടി പ്ലീറ്റ് വേണമെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. പക്ഷേ ഈ ഒരു സൈഡ് വശത്തുള്ള ഈ ഒരു മാർക്കുകൾ കറക്റ്റായിട്ട് കിട്ടണം. അത് നിങ്ങൾക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അഴിച്ച് പ്ലീറ്റിൻ്റെ ഈ ഒരു സൈഡ് വശം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഇതുപോലെ തയ്ച്ച് വരുമ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് വരുന്ന ഈ ഒരു സ്റ്റിച്ചും നമ്മുടെ ബാൻഡിൻ്റെ സ്റ്റിച്ചും നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടണം. കണ്ടോ, ആ ഒരു ജോയിൻറ്റ് കറക്റ്റായിട്ട് കിട്ടണം. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലീറ്റുകൾ അയച്ചു കൊടുക്കുകയോ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയോ ചെയ്ത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഓവർലോക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവർലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ നിവർത്തി വെക്കുക. അതായത് നമുക്ക് ഈ ഒരു ജോയിൻറ്റിനെ ബാൻഡിൻ്റെ ഭാഗത്തേക്ക് മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ റൗണ്ടിൽ സ്റ്റിച്ച് എടുക്കുക. നല്ല വശത്ത്, അതായത് ഈ ഒരു പീസിനെ മുകളിലേക്കാണ് വരേണ്ടത്. ആ ഒരു ജോയിന്റ് ഭാഗം ബാൻഡിന്റെ ഭാഗത്തേക്ക് വരിക. എന്നിട്ട് ബാൻഡിന്റെ മുകളിൽ കൂടി റൗണ്ടിൽ സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇതുപോലെ സൈഡ് വശത്തൊക്കെ കാണാൻ ഇത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നാട തയ്ക്കണം. അപ്പോൾ നാടയ്ക്ക് വേണ്ടി നമ്മളൊരു പീസ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കുന്നു. നല്ലവണ്ണം ഒന്ന് 2 സ്റ്റിച്ച് കൊടുത്ത് ജോയിന്റ് ചെയ്യുകയാണ്. ജോയിന്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ മടക്കി നമുക്ക് ഈ ഒരു പീസ് നാട തയ്ച്ചെടുക്കുക കേട്ടോ. 2 ഭാഗത്തും ഒരേ രീതിയിൽ മടക്കി കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം വീണ്ടും ഒരു മടക്കൂടി ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നാട തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മളിവിടെ നാട തയ്ച്ചെടുത്തു. ഇനി നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നാടയെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് മടക്കി എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ, നമ്മൾ ആ ഒരു ഓപ്പൺ സ്റ്റിച്ച് ചെയ്തതിനേക്കാൾ ഒരു പോയിന്റ് താഴെ വേണം നമുക്ക് ഈ ഒരു പീസ് വന്ന് നിൽക്കാൻ. കണ്ടോ, ഇതുപോലെ വന്ന് നിൽക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് റൗണ്ടിൽ നാട ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക. നാടയുടെ മുകളിൽ സ്റ്റിച്ച് ടച്ച് ചെയ്യാതെ ഇതുപോലെ അരികിൽ കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്യുക. നമുക്കിത് കരവശമാണ് വരുന്നത്, അതുകൊണ്ടാണ് ഒറ്റ മടക്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി കരവശമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സൈഡ് വശം ഒന്ന് മടക്കി കൊടുത്ത് തയ്ക്കണം. നമ്മൾ റൗണ്ടിൽ ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ഭാഗം, ഈ ഒരു ഓപ്പണിനേക്കാൾ ഒരു പോയിന്റ് നമുക്ക് ഇവിടെ ഈ ഒരു പീസ് താഴെ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരിക്കലും പൊട്ടിപ്പോവില്ല, നല്ല ഫിനിഷിങ്ങോട് കൂടി നിൽക്കും. ഇനി നമ്മൾ ബാക്ക് പാർട്ടിൽ ഇതുപോലൊരു സ്റ്റിച്ചിങ് കൊടുക്കുക. സ്റ്റിച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നാട വലിക്കുമ്പോൾ രണ്ടാമത്തെ സൈഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരിക്കലും കയറി വരില്ല, കറക്റ്റായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിവിടെ നമ്മുടെ അളവ് പാൻറ് വെച്ച് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫിനിഷിങ്ങോട് കൂടി അതുപോലെ തന്നെ അളവുകളൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മളിവിടെ തയ്ച്ചെടുത്തു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോ